സിറ്റിസൺസ് അമെൻമെന്റ് ആക്ട്. സിറ്റിസൺ അമെൻമെന്റ് ആക്ട് ഒരു ക്രൈമാണ് എന്നാണ് സീനിയർ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ക്രൈമാവുന്നത്, അതെങ്ങനെ ഇതൊരു ക്രൈമായി മാറും എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതൊന്ന് ഞാനിവിടെ പ്ലാൻ ചെയ്യാം. അതൊരു ക്രൈമാണ്. ആ ക്രൈം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു. നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നു, ഐ വിൽ ഷൂട്ട് ചെയ്ത് പറഞ്ഞ് കൊന്നു കളഞ്ഞാലും അത് ക്രൈം. ഇവിടെ ഇന്ത്യയുടെ മതേതരത്വത്തിനെതിരെയുള്ള ക്രൈം. ക്രൈം ഞാൻ പറഞ്ഞു തരാം. രാം റഹീം റോയ് ഇതേ ഉദാഹരണമാണ്. അവർ 1920 പാസ്പോർട്ട് എൻട്രി ആക്ട് പ്രകാരം 1946 ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഇല്ലീഗൽ മൈഗ്രന്റ് ഇന്ത്യയിൽ തുടരുന്നു എന്നിരിക്കട്ടെ. ഈ ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ റഹീം മ്യാൻമാറിൽ നിന്നുള്ള റോഹിംഗ്യൻ മുസ്ലിം ആണെങ്കിൽ, റാം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നൊരു പെർസിക്യൂട്ടഡ് ഹിന്ദു ആണെങ്കിൽ, ഈ റോയ് ചൈനയിൽ നിന്ന് വന്നൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ, ഇവർ 3 പേരും റിലീജിയസ്ലി പെർസിക്യൂട്ടഡ് ആണെങ്കിൽ ഇതിൽ ആരായിരിക്കും ഇല്ലീഗൽ മൈഗ്രന്റായി തുടരുക, ആരായിരിക്കും ഇല്ലീഗൽ മൈഗ്രന്റ് ആയിരുന്നിട്ടും ഈ നിയമത്തിന്റെ ഭേദഗതിയുടെ സംരക്ഷണയിൽ പുറത്തേക്ക് പോവുക? ജയിലിൽ കഴിയുന്നത് ആര്, പുറത്തു പോകുന്നത് ആര്? സുജയ, ജയിലിൽ കഴിയുന്നത് ഈ റഹീമും റോയും, പുറത്തു പോകുന്നത് രാമും. കാരണം എന്താ? മറ്റു 2 രാജ്യങ്ങളെയും ഈ പട്ടികയിൽ പെടുത്തിയിട്ടില്ല. ചൈനയിൽ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെയോ, ശ്രീലങ്കയിൽ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെയോ, മ്യാൻമാറിൽ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നുള്ള അവരെയോ, മ്യാൻമാറിലെയോ ഭൂട്ടാനിലെയോ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ശരിയാ, എന്തിനാണ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുത്തിയത്? നമ്മുടെ അയൽരാജ്യമായിട്ടാണോ? അഫ്ഗാനിസ്ഥാൻ എവിടെയാണ് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നത്? അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം എന്താകണം? വിവേകപൂർണമാകണം. വർഗീകരണം വിവേകപൂർണമാണോ? എന്താണ് അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തിയതിലെ പ്രധാനപ്പെട്ട കാര്യം? അഫ്ഗാനിസ്ഥാൻ മുസ്ലിം മതഭൂരിപക്ഷ രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൗദി ഉൾപ്പെടുത്താത്തത്, സിറിയ ഉൾപ്പെടുത്താത്തത്, ഇറാഖിനെ ഉൾപ്പെടുത്താത്തത്? അപ്പോൾ പ്രശ്നം എന്താണ്? ഇതൊരു സിംബോളിക് ആയിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു ഫിയർ സൈക്കോസിസ് ജനിപ്പിച്ച അരക്ഷിതരാവസ്ഥയിലേക്ക് മാറ്റുക എന്നതാണ്. ഇതിൽ വർഗീയത ഉണ്ടെന്നുള്ളത് പറയലാണ് നമ്മുടെ ജോലി. അതിൽ ആദ്യമായി മതത്തെ ഉൾപ്പെടുത്തിയതാരാണ്? ഈ സർക്കാരാണ്. സുജയ, ഈ 6 മതവിഭാഗങ്ങളുടെ പേരെഴുതി വെച്ചു ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടത്തിൽ. പൗരത്വ നിയമ ഭേദഗതിയുടെ സെക്ഷൻ 2 1985 ആക്ടിൽ. ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരംഗവും സ്വപ്നം കണ്ടതല്ല. That's a crime. That's a crime against secularism. That's a crime against the very idea of India. അതിനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്. അതിനെയാണ് ഇന്ത്യയിലെ BJP അനുകൂല സംഘപരിവാർ ഗ്രൂപ്പുകൾ ന്യായീകരിക്കുന്നത്. അവരുടെ പറച്ചിൽ അങ്ങനെയാണ്, നമ്മുടെ പൈതൃകത്തിലുള്ളവരെ തിരിച്ചു കൊണ്ടുവരും. അത് പൈതൃകമല്ല, അവരുടെ പറച്ചിൽ. അപ്പം നമ്മുടെ പൈതൃകത്തിൽപ്പെട്ടവരെ അല്ല എന്നതാണ്. നമ്മുടെ പൈതൃകത്തിൽ എല്ലാവരും ഉണ്ട്. ആഫ്രിക്കയിൽ ഒരു കുഞ്ഞിനെ കൈ വേദനിക്കുമ്പോൾ അത് എന്റെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ അവനും നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. കാരണം ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ ലോകത്തെവിടെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിലും അവരുടെ അഭയസ്ഥാനമാകണം ഈ രാജ്യം. അതിന് മതം ഒരു തടസ്സമാകരുത്. That's my policy. That's the policy of my country. CAA ഒരു ക്രൈം ആവുന്നത് എങ്ങനെയെന്ന് സീനിയർ ജേർണലിസ്റ്റുകൾ ഒരു ചർച്ചയിൽ പറയണം. ഇത്തരത്തിൽ പല രാജ്യങ്ങളിലും, അതായത് ഇപ്പം സൗദി അറേബ്യ, അതേപോലെ അഫ്ഗാനിസ്ഥാൻ, ഇതിൽ ഉൾപ്പെടാത്ത പല രാജ്യങ്ങളുണ്ടല്ലോ, അവിടെയും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവില്ലേ? അവർക്കൊക്കെ പൗരത്വം കൊടുക്കും. ഇന്ത്യയുടെ ഒരു ആശയം എന്ന് പറയുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്ന ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത്. വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് BJP ഇതിനെ കൊണ്ടുപോകുന്നത്. സംഘപരിവാറിന്റെ ആശയങ്ങൾ ആണ് ഇതിന് പിറകിലുള്ളത്. അതിനിടയിൽ നമ്മുടെ ഉള്ളിസുര ഉണ്ടല്ല, ഉള്ളിസുര കേവലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആവാത്ത ഉള്ളിസുര, നമ്മുടെ മുഖ്യമന്ത്രി ഇതിവിടെ CAA നടപ്പിലാക്കൂല എന്ന് പറഞ്ഞപ്പോ അതിനിതായിട്ട് ഉള്ളിസുരൻ്റെതായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും അപകടകരവും ഭീകരവുമായ ഒരു അവസ്ഥ ഇത് സൃഷ്ടിക്കുമെന്ന് ഇത്രയും ജേർണലിസ്റ്റുകൾക്ക്, ഇത്രയും ഇതിനെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ളവരൊക്കെ ഇതൊരു വലിയ അപകടം സൃഷ്ടിക്കും എന്ന് പറയുമ്പോഴും ഉള്ളിസര പോലത്തെ ആളുകൾ ഇതിനെ, അതായത് BJPയുടെ കേവലം ലക്ഷ്യം നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഉള്ളിസുര പറയുന്നത് കേട്ടോക്കണം. ഉള്ളിസുര കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അതിൻ്റെ താഴെ ജനാധിപത്യ വിശ്വാസികളുടെ കുറച്ച് കമന്റ് ഉണ്ട്. പിണറായി വിജയൻ പറയുന്നത് ഞാനിവിടെ പൗരത്വ നിയമം നടപ്പാക്കില്ല എന്നാണ്. ആരെങ്കിലും പിണറായി വിജയന്റെ അടുത്ത് പൗരത്വം ചോദിച്ചു വന്നിട്ടുണ്ടോ? പിണറായി വിജയനും സംസ്ഥാന ഗവൺമെന്റിനും ഇതിൽ എന്താണ് ചെയ്യാനുള്ളത്? CAA നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി പാസ്സായി കഴിഞ്ഞു. അത് വിജ്ഞാപനമായി. പിണറായി വിജയൻ ഇതിൽ എന്താണുള്ളത്? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം? മനസ്സിലാവുന്നേയില്ല. മുഖ്യമന്ത്രി വലിയ വർത്തമാനം പറയാണ്, കേരളം നടപ്പാക്കില്ല. കേരളത്തിലും ഇത് നടപ്പാവും. കേരളം
പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയ സംസ്ഥാനമൊന്നുമല്ല. കേരളം പിണറായി വിജയന്റെ സ്വകാര്യ സ്വത്തുമല്ല. കേരളത്തിൽ രാജ്യം നിയമമാക്കിയ ഒരു കാര്യം നടപ്പാണെങ്കിൽ അത് മൈൻഡിൽ സത്യം പറഞ്ഞാല് ഇതൊരു ഭയങ്കരതായിട്ടാണ് ഉള്ളില് ഇവരൊക്കെ. കാരണം എന്താന്ന് വെച്ചാൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇതെന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഇതിന്റെ സീരിയസ് നമ്മൾ ഈ ജേർണലിസ്റ്റുകളൊക്കെ പറയുമ്പോഴും ഇവർക്ക് ഇത്തരത്തിൽ ഇവരെ ഒരു പ്രത്യേക അജണ്ട ആയിട്ടാണ് ഇതിനെ നമുക്ക് ഈ ഒരു ജേർണലിസ്റ്റുകൾ പോലും പറയുമ്പോൾ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴേ ഇനി ഇതിനെ എത്ര പേര് ഇതിനെ അത് ചെയ്യുന്നുണ്ട് നോക്കട്ടോ. പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേരളത്തിൽ നടപ്പാക്കൂല എന്നൊക്കെ. അത് നടപ്പാക്കുക ഇല്ല എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം, അതിനൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യില്ല. പക്ഷെ ജനാധിപത്യ വിശ്വാസികള് ഈ പറയുന്ന ഉള്ളിസുരക്ക് തന്നെ അവിടെ കമന്റ് കൊടുത്തിട്ടുണ്ട്. ആ കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം. ഓക്കെ. മിസ്റ്റർ സുരേന്ദ്രൻ, ഇന്ത്യ മോദിജിക്ക് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ല. ജനാധിപത്യ വിശ്വാസികളെ മനസ്സെന്ന് വരുന്ന വാക്കുകളാണ്, മനസ്സിലായോ? സൂരജ് ചെമ്പിക്കർ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അനൂപ് സി ദിവാസിയ പറഞ്ഞിട്ടുണ്ട്, ആ മൈക്ക് കൊണ്ട് ഡാഷിന്റെ മോന്തക്കൊന്ന് കൊടുക്കുന്നു. അടുത്തത് നോക്കാം. ഇനി മറ്റൊരാൾ പറയണ നോക്കാം. അരുൺ പറയണേ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റാത്ത പൂച്ച. സത്യമാണ്. എന്നിട്ടാണ് വന്നിട്ട് ഇങ്ങനെ ചിലക്കുണ്ട് ഉള്ളിസുര ചിലക്കാണ്. ഉള്ളിസുര ഒന്നും കാര്യമായിട്ട് ഇവരെന്താ വെച്ചാല് ഏറ്റവും വലിയ മണ്ടന്മാരെ നേതാവാണല്ലോ ഇവരൊക്കെ. കാരണം ഈ പിന്നെ BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേതാവ് ആരേക്കാരെന്ന് അറിയോ? അവരിൽ ഏറ്റവും വലിയ മണ്ടനേക്കാരം നേതാവാക്കുക. പിന്നെ അവർ നേതാവ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സിസ്റ്റം ഒന്നുമില്ല, അത് പ്രകാരമൊന്നുമല്ല അവർ നേതാവാക്കി നിർത്തുക. ഏറ്റവും ടോപ്പ് മണ്ടനാരോ ഓനായിരിക്കും നേതാവ്. KT സോംസുന്ദരൻ. കോടതി വിധികളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അംഗീകരിക്കാത്ത കേന്ദ്ര ഗവൺമെന്റ് ഉള്ളപ്പോൾ കേന്ദ്രം പാസാക്കുന്ന നിയമം സംസ്ഥാനങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ടോ? ഭയങ്കര ചോദ്യമാണ്. കാരണം മൂപ്പരതിൽ ഒരാൾ പോലും നല്ല കമന്റ് അടിച്ചിട്ടില്ല. അതായത് കോടതി വിധികളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അംഗീകരിക്കാത്ത കേന്ദ്ര ഗവൺമെന്റ് ഉള്ളപ്പോൾ കേന്ദ്രം പാസ്സാക്കുന്ന നിയമം സംസ്ഥാനങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ടോ? സത്യല്ലേ? ഇതൊക്കെ ഓരോ ജനാധിപത്യ വിശ്വാസികളാണ് കമന്റ് ചെയ്യുന്നിട്ടാ. തെറിഷ്ടം പോലെ ഉണ്ട്, പറയാൻ പറ്റാ. ഉള്ളിസുരക്ക് സത്യം പറഞ്ഞാല് ഈ ഒരു അമെന്റ്മെന്റ് ആക്ട് എന്താണെന്ന് പോലും അറിയാത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലാവേണ്ടി. അതാണല്ലോ വലിയൊരു പ്രത്യേകത. ഇനി അടുത്ത് താജ് എന്ന് പറഞ്ഞ ഒരാളാണ്. സുരേന്ദ്ര, ഇത് കേരളമാ. തോളോട് കൈയിട്ട് കലർന്ന് സഹോദരങ്ങളെ പോലെ കഴിയുന്ന സ്ഥലമാണ് കേരളം. ഇവിടെ സുരേന്ദ്രന്റെ പരിപ്പ് വേവത്തില്ല. സുരേന്ദ്രൻ പോളിംഗ് ബൂത്തിൽ കയറി നിന്നാൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി ജയിച്ചെന്ന് വരില്ല. അത് ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ അത് സാധിക്കൂ. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മൂഞ്ചിയ വർത്തമാനങ്ങൾ പറയാൻ വരരുത്. അപ്പോൾ നമ്മളെന്താന്ന് വെച്ചാലേ, ഇത് ഇവിടെ ഓരോരുത്തര് ജനാധിപത്യ വിശ്വാസികൾ എഴുതിയ കമന്റാണ്. അതിലിപ്പോ പലരും പല മൈൻഡിൽ പലർക്കും പലതായിട്ടായിരിക്കുമല്ലോ. കാരണം ഇത്തരത്തില് പിന്നെ എന്താ പറയാ, ഇവിടെ ഇത് ചെയ്യാൻ കഴിയൂല എന്നൊക്കെ പറയുമ്പോഴേ ഒരു ജനാധിപത്യ വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്രയും വലിയൊരു ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് എല്ലാവരും. അപ്പൊ എന്തായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് എങ്കിൽ വരും ദിവസങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുക. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കമന്റുകളുണ്ട്. കമന്റ് വായിച്ചാലും തീരൂല. ആയിരക്കണക്കിന് കമന്റുകൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ജനാധിപത്യ വിശ്വാസികൾക്ക് എന്നും ഇന്ത്യ നമ്മളെ എന്താ പറയാ, സ്വന്തം ഇന്ത്യ ഡൈവേഴ്സിറ്റി, ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. ഓരോരുത്തരും സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നതോടെ മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും സ്വന്തം ഇതിൽ വിശ്വസിക്കുന്നതോടുകൂടി മറ്റു മതത്തെ ബഹുമാനിക്കുകയും അവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ ബഹുമാനിക്കുകയും ചെയ്യുക, പരസ്പര സ്നേഹത്തോടെ കഴിയുക. ഇതാണ് ഇന്ത്യ എന്നുള്ള ആശയം.
ഇതിന് വികലമാക്കുന്ന, ഇതിനെ വികൃതമാക്കുന്ന പല കാര്യങ്ങളും വരും. ഇതിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ ഈ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴേ സത്യം പറയാ ഓരോ മതേതര വിശ്വാസിയുടെ മനസ്സിൽ ഭയങ്കര വിഷമമാണ് ഉണ്ടാവുക. കാരണം ഇന്ത്യ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും സിഖിൻ്റെയും പാർസിയുടെയും നാനാ ജാതി മതസ്ഥൻ്റെയും വിയർപ്പും ചോരയുമാണ്. നമ്മൾ മറക്കരുത്.